பொன்னுசாமி ஐயா போய் சோடா கடை ஏதாவது சாப்பிட்டு வா. சரிங்க. ஐயா நான் தான் நாகப்பா. ஆமாங்க கிளம்பியாச்சு. ஆமாங்க ஐயா ஆமா. ஆமா ஐயா வைக்கட்டுமா? சார்ஜ் ஜாஸ்தி ஆகும் ஐயா. சரிங்க ஐயா. ஐயா பொந்தலூர் வரைக்கும் ஒரு ஆள் லிஃப்ட் கேக்குறாங்க. லிஃப்ட் கிஃப்ட் ஒண்ணும் முடியாது. நீ வண்டி அடியா. ഇച്ചിരി ഒന്ന് മാറിയിരുന്നേ. വലിയ ഉപകാരം അണ്ണാച്ചി. கடவுளே. അമ്മാ പൊന്തലൂർ പട്ടിക്കാടാച്ചേ. അയ്യോക്ക് അങ്ങ് എന്ന ബിസിനസ്? അവിടെ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നുമില്ലടോ. ഒരുത്തനെ കാച്ചണം. അതിപ്പോ വെടിവെച്ച് കൊല്ലണോ അത് അവിടെ ചെന്ന് കത്തിയെടുത്ത് കുത്തിമലത്തണോന്ന് അവിടെ പോയിട്ട് തീരുമാനിക്കും. പൊന്നുചാമി പൊന്നിച്ചാമി കിന്നിച്ചാമി ഒന്നല്ല, പരമ റാസ്കൽ. നല്ല അന്തസ്സുള്ള അയ്യങ്കാര് കുടുംബത്തിൽ പറഞ്ഞവനെക്കാര് പൊന്നിച്ചാമി എന്ന് വിളിക്കുന്നു. അയാൾ ഗുരുമൂർത്തി. പൊന്നുചാമി എങ്ക? പൊന്നിച്ചാമി എല്ലാം മേലെ അനപ്പിയാച്ചു. கடவுளே கொலை பண்ணியாச்சா? ഗുരുമൂർത്തി വണ്ടിയുടെ മധുര, ശിവകാശി, വിരുദനഗർ. എങ്ങോട്ടാണോ? വലത്തോട്ടെടുക്ക. എന്താടോ ഒരു വെപ്രാളം? ബന്ധം എന്തോന്നില്ല കാര്യം പറ. പറയടാ. കൊഞ്ചും കിഞ്ചും ഒന്നും കിടയാതെ കറക്റ്റാ ചൊല്ലടാ. ഇത് തന്നെ ശരിയാണ് ശിവകാശി റൂട്ട്. ஆமா ആമയല്ല പാമ്പ്. ஆனா நாம போக வேண்டிய இடம் சிவகாசி இல்ல சார். മൂർത്തി വണ്ടി എടുത്ത്. സത്യം പറടാ, എവിടേക്കാണ് ഇതിലോട്? எனக்கு தெரியாது சார். நிஜமா எனக்கு தெரியாது சார். நான் வெறும் ஏஜென்ட் சார். இந்த வண்டியில இருக்கிற லோடு எங்க போய் சேரும், யாருகிட்ட சேரும் எனக்கு ஒண்ணுமே தெரியாது சார். പിന്നെ റൂട്ട് ശരിയല്ലെന്ന് നീ പറഞ്ഞതോ? அது உண்மை சார். ஆண்டலூர் வரைக்கும் தான் எனக்கு டியூட்டி சார். ആണ്ടല്ലൂരോ? ഏത് കോത്താഴത്തിലാടാ? சென்னை ரூட் சார். ചെന്നൈ റൂട്ടിൽ എവിടെ? கோயம்புத்தூர்ல இருந்து லெஃப்ட், செந்தாப்பூர்ல இருந்து லெஃப்ட். അവിടെ എന്താടാ ബിസിനസ്? லாரி சாவிய அங்க விநாயகர் சிலை பக்கம் வைக்கணும். அங்க என் பணம் கரெக்டா வரும். பணத்தை எடுக்கணும், ஜீப்ல ஏறணும், இடத்தை காலி பண்ணணும். அவ்வளவுதான் சார். அங்க இருந்து இந்த லோடு யார் எடுத்துட்டு போகும்? தெரியாதுங்க சார். திரும்பி பார்க்காமலே போயிடணும். அதான் ஐயாவோட ஆர்டர். ஒருவேளை திரும்பி பார்த்தேன்னு வச்சுக்க, அவ்வளவுதான் சார். இதை விட பெரிய துப்பாக்கி அவங்க கிட்ட இருக்கு சார். நான் புள்ள குட்டிக்காரன் சார். உயிர் மேல ஆசை இருக்காதா சார்? ആരടാവൻ? എന്താളുടെ പേര്? ராஜமாணிக்கம். രാജമാണിക്കോ? രാജമാണി தெரியாதுங்க சார். இந்த பிசினஸ் ஆரம்பிக்கும் போது முதல்ல ஒரே ஒரு வாட்டி தான் சார் நான் பார்த்திருக்கேன். மீதி பிசினஸ் எல்லாம் போன்ல தான் சார். എത്രയാടാ അവന്റെ നമ്പർ? 9843059696. പരിചയം തോന്നുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അതൊരു പക്ഷേ രാജമാണിക്യത്തിന് റോങ് സിഗ്നൽ ആയാലോ? റിവേഴ്സ് സെന്റർ സ്ട്രൈറ്റ് വേണ്ടല്ലോ. ഹലോ ഹലോ. ஆண்டவா நீதாப்பா காப்பாத்தணும். வண்டி எடு வண்டி எடு.
ആ വണ്ടി വിട്ടോ. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരാടാ നീ? ജോസഫേ, എങ്ങടാ? Stop it! Good. 10 o'clock. 10 മണി. 7:30 ഇവിടെ എത്തേണ്ടവൻ ബഷീർ. 10 o'clock. 10 മണി. എവിടെ? നോ കമ്മ്യൂണിക്കേഷൻ. മീനാക്ഷി പുറത്ത് നിന്ന് പുറപ്പെട്ടപ്പോ വിളിച്ചു. ഇന്നലെ ഓൺ ദ വേ. പിന്നെ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചാ കിട്ടുന്നുമില്ല. Where is he? Missing. Gone with the wind. കാറ്റ് കൊണ്ടുപോയി. ലോറി മൊത്തം. A truckload of iron and bashir. All gone. എന്ത് കാറ്റ്? എങ്ങോട്ട് പോയി? No, 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 no. എങ്ങോട്ട് പോയെന്ന് അറിയണമെങ്കിൽ കാറ്റ് എവിടുന്ന് വന്നു എന്നറിയണം. യെസ്, ബഷീറുടെ യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എപ്പിസോഡ് ബൈ എപ്പിസോഡ്. പിടികിട്ടുന്നില്ല അല്ലേ? Rewind, rewind, rewind the incidents, man. ഇവിടെയും എവറിത്തിങ്സ് ഓക്കെ ആസ് യൂഷ്വൽ. നാഗപ്പ ചെട്ടിയാർ ലോറി പാർക്ക് ചെയ്ത് സ്വന്തം ജീപ്പി കയറി പോന്നു. സോ ഫാർ സോ ഗുഡ്. ഓക്കെ? യെസ് സർ. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. റീവൈൻഡ് അഗൈൻ. നാഗപ്പ ചെട്ടിയാർ മീനാക്ഷിപുരത്തുനിന്ന് പിന്നോട്ട് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റീവൈൻഡ്. ചെട്ടിയാർ പുറപ്പെടുന്നതിന് മുമ്പ് സാറിനെ വിളിച്ചിരുന്നല്ലോ. So what? Bloody useless. പുറപ്പെട്ട ചെട്ടിയാരല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത്. ഓൺ ദ വേ വൺ മാനിപ്പുലേഷൻ. എന്താ അങ്ങനെ നടന്നൂടെ? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. വെരി ഡ്രാസ്റ്റിക്.